നമസ്കാരം. 2023 ആണ്ട് നമ്മോട് വിട പറയാൻ പോവുകയാണ്. ഇത് ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം. ഇന്ന് ദിവസം നിങ്ങളുമായി പങ്കിടുവാൻ എൻ്റെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 58-ാം അധ്യായത്തിലെ ആദ്യത്തെ 9 വാക്യങ്ങളാണ്. ഞാനത് വായിച്ച് അങ്ങുമിങ്ങും നിർത്തി ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടാമെന്ന് വിചാരിക്കുകയാണ്. ഏവരെയും ഈ ഒരു അനുഭവത്തിലേക്ക് സസ്നേഹം സാദരം ക്ഷണിക്കുന്നു. ഞാൻ വായിക്കട്ടെ. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. ആദ്യത്തെ വാക്യത്തിൽ തന്നെ നൽകിയിരിക്കുന്ന 2 നിർദ്ദേശങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അടങ്ങിയിരിക്കരുത്. ഇങ്ങനെ പ്രത്യേകമായ നിർദ്ദേശം നൽകേണ്ടതിൻ്റെ ആവശ്യം നമ്മുടെ മതജീവിതം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ അത് അടങ്ങിയിരിക്കുന്നതിൻ്റെ അവസ്ഥയാണ്. നിഷ്ക്രിയതയുടെ അവസ്ഥയാണ് നമ്മുടെ മതജീവിതം. അടങ്ങിയിരിക്കുന്നതിന് പകരം നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ വ്യക്തമായി ആ വാക്യത്തിൻ്റെ അവസാനത്തെ വാക്കിൽ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ അറിയിക്കുക. അടങ്ങിയിരിക്കരുത്, അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്താണ്? നാം അവശ്യം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം എന്താണ്? നമ്മുടെ മധ്യത്തിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാകണം. അറിയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു യാഥാർത്ഥ്യ ബോധം, നമ്മുടെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാകണം. റേസ് അവെയർനെസ് അതൊരു വലിയ ആത്മീയമായ ശുശ്രൂഷയാണ്, ദൗത്യമാണ്, ചുമതലയാണ് എന്ന് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുന്നില്ല. മതത്തെ പലരും ഒളിച്ചിരിക്കാനുള്ള ഒരിടമായിട്ടാണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചിരിക്കാനുള്ള ഒരിടമായിട്ടാണ് കരുതുന്നത്. എന്നാൽ പ്രവാചകൻ്റെ ദർശനത്തിൽ അങ്ങനെയല്ല. അടങ്ങിയിരിക്കരുത്, പിന്നെ എന്ത് ചെയ്യണമെന്നാണ്? അറിയിക്കുക. റേസ് അവെയർനെസ്. നമുക്ക് മുൻപോട്ട് വായിക്കാം. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്ത ഒരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ജനത്തിന് നല്ല വാഞ്ചകളുണ്ട്. അവർ ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നു, നീതി പ്രവർത്തിക്കുവാൻ കാംക്ഷിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ആ നല്ല അവസ്ഥകളെയും താല്പര്യങ്ങളെയും വികാരങ്ങളെയും പോഷിപ്പിക്കുകയോ മാനിക്കുകയോ ചെയ്യാത്ത വിധത്തിലുള്ള ക്രമീകരണമാണ് മതത്തിനുള്ളിലുള്ളത്. മതം ആദ്യം മുതൽ അവസാനം വരെ ആചാരങ്ങളിൽ മാത്രം ഊന്നി നിൽക്കുന്നു. ഈ ആചാരങ്ങളിൽ മേൽപ്പറഞ്ഞ ഒരു നല്ല താല്പര്യങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ സജീവമായ പ്രവർത്തന രീതികൾക്കോ ദൗത്യബോധത്തിനോ അല്പം പോലും ഇടമില്ല എന്നത് തിരിച്ചറിയണം എന്നത് പ്രവാചകൻ്റെ ഉത്ബോധനമാകുന്നു. അപ്പോൾ അറിയുന്ന നീതി ചെയ്യുന്നതിന് പകരം എന്താണ്? ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ടടിക്കേണ്ടതിന് നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങളിന്ന് നോമ്പ് നോക്കുന്നത്. നിങ്ങളുടെ ആചാരങ്ങൾ നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുകയോ നിരപ്പാക്കുകയോ ചെയ്യുന്നില്ല. പിന്നെയോ നിങ്ങൾ മത ആചാരങ്ങൾ ക്രമമായി നടത്തുന്നുണ്ട്, പക്ഷേ
അത് നികൃഷ്ടമായി പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ പേരെടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ മുറിവേൽപ്പിക്കുവാനാണ് നിങ്ങളിതൊക്കെയും ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്? ക്രൂരമുഷ്ടി കൊണ്ട് പരസ്പരം പ്രഹരിക്കുവാനാണ് എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഇത് നമ്മൾക്ക് പരിചയമായ ഒരു യാഥാർത്ഥ്യമാണ്. ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയും തമ്മിലുള്ള തെരുവ് യുദ്ധമാണെങ്കിലും സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി ഡയസസിലെ ആടുകളും അവരുടെ ഇടയന്മാരും തമ്മിലുള്ള കലുഷിതമായ സംഘർഷത്തിലാണ് എങ്കിലും അവസരം കിട്ടിയാൽ എന്താണ് പറയുന്നത്, ക്രൂരമുഷ്ടി കൊണ്ട് പരസ്പരം അടിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളുടെ ആരാധന എന്ന് പ്രവാചകൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എത്ര അന്വർത്ഥമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. നമുക്ക് മുൻപോട്ട് വായിക്കാം. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യരാത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? നാം ആരാധിക്കുമ്പോൾ ആരാധനയിൽ ഉൾപ്പെടുന്ന ക്രമങ്ങൾ ദൈവത്തെ എപ്രകാരം പ്രസാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ഏത് വിധത്തിൽ ഇവയെ വീക്ഷിക്കുന്നു, എന്ത് വില അതിനെ കൽപ്പിക്കുന്നു എന്ന് അല്പം പോലും ചിന്തിക്കുവാനോ അന്വേഷിക്കുവാനോ നാം കൂട്ടാക്കാറില്ല. ആരോ പറഞ്ഞു കേട്ടു, ഇങ്ങനെ തന്നെ ആകണമെന്ന് പറഞ്ഞു, അതിൽ നിന്ന് വള്ളിയോ പൊള്ളിയോ മാറ്റരുതെന്ന് പറഞ്ഞു, നാം അതുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നാം ആരാധിക്കുന്നുവെങ്കിലും നമ്മുടെ ഹൃദയം അവിടെയല്ല. നമ്മുടെ ഹൃദയം എപ്രകാരം തക്കം കിട്ടുമ്പോൾ സഹോദരനെ മുഷ്ടി ചുരുട്ടി ഇടിക്കുവാൻ ഉള്ള സന്തോഷം അനുഭവിക്കാം എന്ന ഒരു താല്പര്യമാണ്. 6-ാം വാക്യം, അന്യായ ബന്ധങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. എന്താണ് ഉപവാസം? മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ 4 പേരുടെ മുൻപിൽ ഞാൻ ആഹാരം കഴിക്കുന്നില്ലേ, ഞാൻ മീൻ കഴിക്കുന്നില്ലേ, ഞാൻ പാലും മുട്ടയും ഉപേക്ഷിച്ചേ എന്ന് മാറത്തടിച്ച് നിലവിളിക്കുന്നതല്ല ഈ ഉപവാസം. പിന്നെന്താണ്? അന്യായ ബന്ധങ്ങളെ അഴിക്കുക. ഗിവ് അപ്പ് ഓൾ അൺഹോളി റിലേഷൻഷിപ്സ്. നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നിങ്ങൾ വിലമതിക്കുക. അതിനെ പരിമിതപ്പെടുത്തുന്നതും അതിനെ അർത്ഥശൂന്യമാക്കുന്നതുമായ അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നതുമായ ഒന്നിനോടും നിങ്ങൾ സഹിഷ്ണുത പാലിക്കരുത്. നിങ്ങൾ അസഹിഷ്ണുതരായിരിപ്പീൻ. എന്താണ്? നിങ്ങളെ അടിമത്വത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും അവിടെ നിങ്ങളെ തങ്ങി നിൽക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ഘടകങ്ങളോടും തികച്ചും പ്രകടമായ അസഹിഷ്ണുതയിൽ നിങ്ങൾ പ്രതികരിക്കുക. ഡു നോട്ട് ബി ടോളറൻറ്റ് ഓഫ് വാട്ട് എവർ ഹേർട്സ്, ഇൻഹിബിറ്റ്സ് ആൻഡ് അബോളിഷസ് your God-given freedom. Value your freedom as it deserves to be. ദൈവത്തിൻ്റെ പേരിൽ നിങ്ങളെ അടിമകളാക്കുന്നവർ അവർ സാത്താന്യ ശക്തികളാണ്. അവരത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അവരെ അപ്രകാരം മാത്രം കാണുകയും അവരിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്യണമെന്നതാണ് പ്രവാചകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. എല്ലാ നുകത്തെയും തകർക്കുക. ഈ നുകമെന്ന ആശയം പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലുണ്ടല്ലോ. സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിമേലാൽ അടിമത്വത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ വീണ്ടും ആയി പോകരുത്. നുകം വലിച്ചെറിഞ്ഞു കളക. അങ്ങനെ ഉപവാസം തന്നെ എന്താണ്? അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അച്ചടക്കമാണ്. ആ ഒരു താല്പര്യമില്ലാതെ നാം നടത്തുന്നതൊന്നും ഉപവാസമല്ല എന്നതാണ് പ്രവാചകൻ്റെ ഉത്ബോധനം. ഞാനതിനോട് 100 തവണ യോജിക്കുകയാണ്. 7-ാം വാക്യം, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും
നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ. പിന്നെ ഉപവാസത്തിൻ്റെ മറ്റൊരു വിവക്ഷ, മറ്റൊരു മുഖം, മറ്റൊരു ആസ്പെക്റ്റ് പറയുന്നതാണ്. എന്താണ്? വിശക്കുന്നവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുക. ഹോസ്പിറ്റാലിറ്റി ടു ദ ഹംഗ്രി ആൻഡ് ദ പുവർ. ഇത് അല്പം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ആരാധന മധ്യത്തിൽ അല്ലെങ്കിൽ ആരാധനയിൽ കൂടെ മനുഷ്യർ ദൈവത്തിന് കൊടുക്കണം എന്ന ഒരാശയം പരക്കെ വ്യാപകമായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനെ നാം ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഓഫർട്ടറി ഇടുന്നു. അതെന്താണ്? നമുക്കുള്ള സ്വകാര്യ സ്വത്തിൻ്റെ ഒരു ചെറിയ അംശം ദൈവത്തിന് എന്നോണം നാം അവിടെ കാണിക്ക സഞ്ചിയിലിടുന്നു. അതുപോലെ തന്നെ ദശാംശം കൊടുക്കുന്നു, പലവിധമായ വിധത്തിൽ ദൈവത്തിന് കൊടുക്കുന്നു. എന്നാൽ ഇതിന് മുൻപ് ഇപ്രകാരമായിരുന്നില്ല. പക്ഷികളെയും മൃഗങ്ങളെയും ബലിയായി കൊടുത്തിരുന്നു. അങ്ങനെ കൊടുക്കുന്നത് ഒന്നിൽ സ്വന്തം മാടുകളിൽ നിന്ന് അല്ലെങ്കിൽ പക്ഷികളിൽ നിന്ന്, അങ്ങനെ ഇല്ലാത്തവർ കാശ് കൊടുത്ത് യെരൂശലേം ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്തിരുന്ന ആ കമ്പോളത്തിൽ നിന്ന് പക്ഷിയെയോ മൃഗത്തെയോ വാങ്ങിച്ച് അവൻ്റെ പണം കൊണ്ട് വാങ്ങിക്കുമ്പോൾ അത് അവൻ്റേതായില്ലേ. അപ്പോൾ അവൻ്റെ സ്വകാര്യ സ്വത്തായി തീർന്നിരിക്കുന്ന ഇതിനെ ദൈവത്തിന് യാഗം കഴിക്കുന്നു. അപ്പോൾ അർത്ഥം എന്താണ്? എൻ്റെ സ്വത്തിൻ്റെ ഒരംശം ഞാൻ ദൈവത്തിന് നൽകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നശിപ്പിക്കുന്നു, അതില്ലാതാക്കുന്നു, അത് എൻ്റേതല്ല എന്ന് ഞാൻ പറയുന്നു. എന്നാൽ ബാക്കിയുള്ളതിൽ പോലും അത് നിൻ്റെ സ്വകാര്യ സ്വത്തായി നീ കാണരുത്. പിന്നെയോ എല്ലാവർക്കുമായി ഉപയോഗപ്പെടേണ്ടതിന് നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്താണ്. അതുകൊണ്ട് അത് മറ്റുള്ളവരുമായി നീ പങ്കിടണം. അങ്ങനെ പങ്കിടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി, യുവർ ടോപ്പ് ഫസ്റ്റ് പ്രയോറിറ്റി മസ്റ്റ് ബി വിശക്കുന്നവനും നിർധനനുമായിട്ടുള്ള ആളുകളുമായിട്ട് വേണം നിൻ്റെ സമ്പത്ത് ഇപ്രകാരം ആതിഥേയത്വം, ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ആത്മീകമായ അർത്ഥമുള്ള ആതിഥേയത്വം, സ്പിരിച്വലി മീനിങ് ഫുൾ ഹോസ്പിറ്റാലിറ്റി പാലിക്കുന്നത് എങ്ങനെയാണ്? വിശക്കുന്നവനും പാവപ്പെട്ടവനും അവൻ്റെ ആവശ്യത്തിൽ അവന് ഉപകരിക്കുന്ന വിധത്തിൽ നിൻ്റെ ഭവനം നീ തുറന്നു കൊടുക്കുകയും നിൻ്റെ സ്വത്ത് അവരുമായി പങ്കിടുവാൻ നീ കൂട്ടാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നീ ഈ ആത്മീയ വെളിച്ചമുള്ള ആതിഥേയത്വം പാലിക്കുന്നത്. അപ്രകാരമുള്ള ആതിഥേയത്വം ഇല്ലാതെ നീ എത്ര ഉപവസിച്ചാലും ഒരു പ്രയോജനവുമില്ല. കാരണം എന്താണ്? നാം സാധാരണ ഉപവസിക്കുന്നത് നമ്മുടെ സമ്പത്ത് സ്വകാര്യ സമ്പത്തല്ല, ദൈവം നമ്മെ ഏൽപ്പിച്ചതാണ്. ഇതിന് ഞാൻ താൽക്കാലികമായ കാർമ്മികത്വം മാത്രം അല്ലെങ്കിൽ കാര്യവിചാരത്വം മാത്രം ചെയ്യുന്നു, ഇത് എൻ്റേതല്ല, ആത്യന്തികമായി എല്ലാം ദൈവത്തിൻ്റേതാണ് എന്നുള്ള തിരിച്ചറിവ് പ്രാപിക്കുന്നതിന് വേണ്ടിയല്ല നാം ഉപവസിക്കുന്നത്. ഉപവാസത്തിൻ്റെ ആത്മീയമായ അർത്ഥം അതാണ്. ഉടമസ്ഥതാവകാശത്തെ നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നതാണ് ഉപവാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ നാമോ ഉപവാസത്തിൽ കൂടെ ദൈവത്തെ എങ്ങനെ പ്രീതിപ്പെടുത്താം? അങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിൽ കൂടെ നമ്മുടെ സ്വകാര്യ സ്വത്ത് എത്ര കൂടുതൽ വർദ്ധിപ്പിക്കാം? അപ്പോൾ ഇതിൻ്റെ ആശയപരമായി നോക്കുമ്പോൾ നാം അനുഷ്ഠിക്കുന്ന ഉപവാസം ആത്മീകമായി അനുഭവിക്കേണ്ട ഉപവാസം, അല്ലെങ്കിൽ ഉപവാസത്തിൽ കൂടെ നാം അനുഭവിക്കേണ്ട ആത്മീകമായ വിടുതൽ, അനുഭവം, വിശാലത, അതിനെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഉപവാസമാണ്. അതുകൊണ്ട് നമ്മുടെ ഉപവാസവും അത്യാർത്തിയുടെയും മാമോൻ സേവയുടെയും ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ ഒരു ക്രമീകരണമാണ് എന്നാണ് പ്രവാചകൻ സത്യത്തിൻ്റെ ആത്മാവിൽ കൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. 8-ാം വാക്യം, അപ്പോൾ നിൻ്റെ വെളിച്ചം. അപ്പോൾ യഥാർത്ഥത്തിൽ നീ ആത്മീകമായ അർത്ഥവത്തായ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും.
ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യം, നാം ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെയും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന പോലെ തന്നെയാണ്. നാം മത ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആത്മീയമായ അച്ചടക്കമായി ഒരിക്കലും അത് വളരുന്നില്ല. അത് സ്വാർത്ഥതയുടെ ചില തന്ത്രങ്ങളായി മാത്രമാണ് അനുഷ്ഠിക്കപ്പെടുന്നത്. അതുകൊണ്ട് നാം വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ചെവി നമ്മളിലേക്ക് ചാഞ്ഞ് ഇരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മീയമായ രോഗശാന്തി, രോഗത്തിന് ശമനം വരുന്നില്ല. നമ്മുടെ അവസ്ഥയിൽ ഒരു മെച്ചവും ഒരു മേന്മയും ഉണ്ടാകുന്നില്ല. നമ്മുടെ ആചാരങ്ങൾ വെറും അർത്ഥശൂന്യവും നിഷ്ഫലവുമാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9-ാം വാക്യം അതുകൊണ്ട് വായിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് എന്താണ് ദൈവം ഞങ്ങൾക്ക് ഉത്തരം തരാത്തത്? ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ദൈവത്തിൻ്റെ കാതമ അടഞ്ഞുപോയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം ലഭിക്കാത്തതെന്നതിൻ്റെ ഉത്തരം ഈ ഭാഗത്തുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത്, ആവർത്തിക്കുന്നില്ല. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നടുവിൽ നിന്ന് നീക്കിക്കളയും. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു ദർശനം, പ്രത്യേകിച്ച് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ഞാൻ ഇതിന് മുൻപ് വെളിപ്പെടുത്തിയതുപോലെ 2011 എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. പക്ഷേ 2011 മുതൽ 2023 ഏപ്രിൽ മാസം വരെ ഇത് നിഷ്ക്രിയമായിരുന്നു. ഞാൻ മിണ്ടാതെയിരുന്നു. എന്നാൽ ഏപ്രിൽ മാസമായപ്പോൾ എനിക്ക് വ്യക്തമായി ഇനി മിണ്ടാതിരിക്കരുത് എന്ന ഒരു ആന്തരികമായ കൽപ്പന, ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടു. അതുകൊണ്ട് മാത്രമാണ് ദീർഘകാലം അവഗണിച്ച് കിടന്ന ഈ ചാനൽ സജീവമാക്കുവാനും അതിൽ കൂടെ എൻ്റെ നിലവിളി എന്നോണം ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാനും ഞാൻ തീരുമാനിച്ചത്. ആ തീരുമാനം ഉയരത്തിൽ നിന്നുള്ള പ്രേരണ അനുസരിച്ചായിരുന്നുവെന്ന് ഇപ്പോഴെനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നിങ്ങൾക്കും ബോധ്യമുണ്ട് എന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു. അതുമൂലം ഞാൻ പ്രതീക്ഷിച്ചതിന് വളരെയധികമായി അനേകം ആളുകൾ, സദുദ്ദേശമുള്ളവർ, ആത്മീയമായി ചിന്തിക്കുവാൻ താല്പര്യമുള്ളവർ, വെളിച്ചത്തെ പകയ്ക്കാത്തവർ, ദൈവികമായ അച്ചടക്കം അറിയുവാനും അനുഭവിക്കുവാനും അനുസരിക്കുവാനും താല്പര്യമുള്ളവർ കൂടുതലായി എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ മാധ്യമ സംഗമത്തിൽ, യൂട്യൂബ് സംഗമത്തിൽ അംഗങ്ങളായി ചേരുന്നു എന്നത് വളരെ ചാരിതാർത്ഥ്യജനകമാണ്. എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം വ്യക്തമായി നാം ഏവരും, പ്രത്യേകിച്ച് ഞാനും, മനസ്സിലാക്കണം, ഓർമ്മിച്ചിരിക്കണം. ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കാത്ത വിധത്തിൽ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകണം. ഇത് ജനത്തെ ബോധവൽക്കരിക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നത് കൊണ്ട് മാത്രം ആരംഭിച്ചിട്ടുള്ള ഒരു ദൗത്യമാകുന്നു. അതിനോട് ആത്യന്തികമായി നീതി പാലിക്കുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി എനിക്ക് ലഭിക്കുന്ന കൃപ അനുസരിച്ച് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എൻ്റെ വാക്ക് നൽകുന്നു. നിങ്ങളും അപ്രകാരം തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാവിൽ ഉപവസിക്കുന്ന ഒരു ജനമായി ദൈവികമായ ചിന്തകളിൽ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും അല്ല, ശരീരത്തെ പോലും കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ട് നിത്യനായ ദൈവത്തെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ധന്യതയിൽ വസിക്കുന്ന ഒരു കൂട്ടമായി നാം വളർന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.